ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വെട്ടം പഞ്ചായത്ത് 15-ാം വാർഡ് പടിയം പ്രദേശത്ത് മത്സ്യകൃഷി വിളവെടുപ്പും വിൽപ്പനയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ഉദ്ഘാടനം ചെയ്തു. മത്സ്യകൃഷി വിളവെടുപ്പും വിൽപ്പനയും സംഘടിപ്പിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വെട്ടം പഞ്ചായത്ത് 15-ാം വാർഡ് പടിയം പ്രദേശത്ത് വീട്ടുവളപ്പിലെ മത്സ്യകൃഷി പടുതാക്കുളം വിളവെടുപ്പും വിൽപ്പനയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ല ഉദ്ഘാടനം നിർവഹിച്ചു. 100% വിളവെടുപ്പ് ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ്. ഭക്ഷ്യസുരക്ഷ വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇത് നടപ്പിലാക്കിയത്. നമുക്ക് വെട്ടം പഞ്ചായത്തിൽ 16 കർഷകരോളം ഇപ്പോൾ വീട്ടുമുറ്റത്തെ മത്സ്യകൃഷി പടിതാക്കുളം എന്ന് പറയും, അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് നമ്മുടെ പടിയത്തെ മൻസൂറിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്നത്. വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്, അതുപോലെ മത്സ്യവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. മത്സ്യകൃഷി പ്രൊമോട്ടർ CP ജലീൽ അധ്യക്ഷത വഹിച്ചു. PV രാജു, മൻസൂർ പടിയം തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പരീക്ഷണാർത്ഥത്തിൽ നടത്തിയൊരു പദ്ധതിയാണ്. ഏകദേശം വിജയകരമായിട്ടാണ് ഇത് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെട്ടം പഞ്ചായത്തും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പുമാണ് നമുക്കിതിനുള്ള എല്ലാ സഹായങ്ങളും നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഫിഷറീസ് കോർഡിനേറ്റർ ജലീൽ പറവണ്ണ, അദ്ദേഹം നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഈ നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഉണ്ടായ തൊഴിൽ ക്ഷാമവും പ്രശ്നങ്ങളും നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചെറുപ്പക്കാർ കൂടുതൽ ഈ മേഖലയിലേക്ക് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പരിപാടി ആരംഭിക്കുകയാണ്. ഏകദേശം 1 ലക്ഷം രൂപയോടുകൂടി ഈ പദ്ധതി ചിലവ് വരുന്നുണ്ട്. അതിന് 50% അടുത്ത് സർക്കാർ സബ്സിഡി ആയിട്ട് നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം ആദ്യ കൂടി സബ്സിഡിയും നമുക്ക് ലഭിച്ചു. വെട്ടം പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടാണ്, മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ ഇതിന് സബ്സിഡിയും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രദേശവാസികളും ഭാരവാഹികളും പങ്കെടുത്തു. കഴിഞ്ഞ ഒക്ടോബറിലാണ് മത്സ്യകൃഷിക്ക് തുടക്കമിട്ടത്. 1.25 ലക്ഷത്തിൽ 23,000 രൂപയാണ് ഇതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 40% സബ്സിഡിയാണ്. ഇതിന്റെ 75% പഞ്ചായത്തും 25% ഫിഷറീസ് വകുപ്പുമാണ് നൽകുക.